ഹായ് മക്കളെ, ശ്രീഭാമ മിസ് ആണ്. സോ പരീക്ഷാ സമയമാണല്ലേ, നന്നായിട്ട് പഠിച്ച് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ ബേസിക് സയൻസിന് ഊഴം എത്തിയിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇപ്പോൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ്. സോ റിവിഷൻ കാര്യങ്ങളൊക്കെ നന്നായി തന്നെ പോകുന്നുണ്ട്. ലൈവുകളും കാര്യങ്ങളും മെഗാ മാരത്തോണും ഒക്കെ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാണാം. സോ മിസ്സിന് വന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പറയാനാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദൂരദർശനയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി കാണാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. ഏതാണ് നക്ഷത്രഗണം എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് എ കോൺസ്റ്റലേഷൻ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് April without the aid of telescope. ഏതാണത്? അതുപോലെ ഹൗ മെനി സ്റ്റാർസ് ആർ ദെയർ ഇൻ ദ കോൺസ്റ്റലേഷൻ, എത്ര എണ്ണം ഉണ്ട്, ഇത് വരച്ചു കാണിക്കാൻ എപ്പോഴും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് കേട്ടോ ഈ നക്ഷത്രങ്ങളുടെ കാര്യങ്ങൾ. രണ്ട് നക്ഷത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്, രണ്ട് പ്രധാനപ്പെട്ടതാണ്, സപ്തർഷീസും ഓറിയോണും. ഓറിയോണും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കും കേട്ടോ. സോ രണ്ടും പഠിച്ചേക്കുക. സപ്തർഷീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ മക്കളെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്? ദൂരദർശനയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തില് വടക്ക് ഭാഗത്ത് കാണുന്നു. സോ വടക്ക് ആരുണ്ട് സപ്തർഷീസ് ഉണ്ടല്ലോ, പഠിച്ചോ. 7 എണ്ണം കൂടിയാല് അത് സപ്തം ആണല്ലോ. 7 എണ്ണം കൂടിയാ സപ്തർഷീസ് ആണ്, വടക്ക് ഭാഗത്താണ്, ദൂരദർശനയുടെ സഹായമില്ല. പഠിച്ചു വെക്കാം കേട്ടോ, സെറ്റ് ആക്കുക. അതുപോലെ തന്നെ മറ്റൊരു പേരെന്ന് പറയുന്നത് ബിഗ് ഡിപ്പർ എന്നാണ്. ഒരു തവിയുടെ ആകൃതിയിൽ ലൈക്ക് ഒരു സ്പൂണ് പോലെ കാണുന്നതുകൊണ്ട് നമുക്ക് ബിഗ് ഡിപ്പർ എന്നുള്ള പേരും ഇതിന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നു. ആൽസ മേജർ എന്ന നക്ഷത്രഗണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. സെറ്റല്ലേടാ. ദിസ് ഇസ് കോൺസ്റ്റലേഷൻ ഇൻ ദ നോർത്തേൺ ഹൊറിസോൺ ക്ലിയർലി വിസിബിൾ ഡ്യൂറിംഗ് ദ മന്ത് ഓഫ് ഏപ്രിൽ വിത്തൗട്ട് എയ്ഡ് ഓഫ് ടെലസ്കോപ്പ്. ആൻഡ് ദ നെയിം സപ്തർഷീസ് വാസ് ഗിവൺ ബൈ ഇന്ത്യൻ ബിക്കോസ് ഓഫ് 7 stars ആർ ദെയർ. 7 സ്റ്റാറുകളാണ് അതിനകത്തുള്ളത്, അതുകൊണ്ടാണ് സപ്തർഷീസ് എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആൻഡ് യൂറോപ്യൻ കൺട്രീസിൽ ഇതിനെ ബിഗ് ഡിപ്പർ എന്നുള്ള പേരും കൂടെ അറിയപ്പെടുന്നുണ്ട്. പഠിച്ചു വെക്കാം, സെറ്റ് ആക്കാം. റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. എക്സാമിൻ ദ പിക്ചർ. ഇതിലെ വിത്ത് വിതരണങ്ങളിൽ സഹായമാകുന്ന അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ദ അഡാപ്റ്റേഷൻ ഓഫ് സീ ഡിസ്പേഴ്സൽ ഇൻ ദിസ് പ്ലാൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയാ മക്കൾ ഇതിന്റെ സീ ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത്? എന്തൊക്കെയാ അനുകൂലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുള്ള അനുകൂലമായിട്ടുള്ള സിറ്റുവേഷൻ ആണോ ചോദിച്ചാൽ എന്താണ്? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ എൻവയോൺമെന്റ് ഒക്കെ സെറ്റ് ആണോ, ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, പഠിക്കൊക്കെ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിലാണ് അല്ലേ. സോ അതുപോലെ ഇവിടെ നമുക്ക് എന്താണ്, ഈ പറയുന്ന പ്ലാൻസുകൾക്ക് കുറച്ച് അനുകൂലനങ്ങൾ ഉണ്ട്. ഇപ്പൊ അപ്പൂപ്പൻ താടിക്ക് കാറ്റാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ വെച്ചാൽ കാറ്റത്ത് ഇങ്ങനെ പാറി നടക്കുന്ന മരയുടെ അപ്പൂപ്പൻ താടി എന്തിനു വേണ്ടിയിട്ടാ? വിത്തിന്റെ ഭാരക്കുറവുള്ളത് കൊണ്ടും പറക്കാൻ രോമം പോലെയുള്ള ഹെയർ ലൈക്ക് പാർട്സ് ഉള്ളതുകൊണ്ടും ലൈറ്റ് സ്പീഡ് ആയതുകൊണ്ടും പാർട്സ് ദാറ്റ് ഹെൽപ്സ് ടു ഫ്ലൈ അല്ലേ, ഫ്ലൈ ചെയ്യാനുള്ള പാർട്സ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് പാപ്പസിന് വിൻഡ് വഴിയാണ് അനുകൂലനം എന്ന് പറയുന്നത്. കാശിത്തുമ്പിയാണെങ്കിലോ പൊട്ടിത്തെറിക്കുക. തുമ്പ എന്താണ്? സീനാണെന്ന് ആലോചിക്കുക. തുമ്പ ഫുൾ പൊട്ടിത്തെറിയാണെന്ന് ആലോചിക്കുക. സോ ബേസ്റ്റിംഗ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഇതേപോലെ വിത്തുകൾ അകലത്തേക്ക് എത്താൻ വേണ്ടിയിട്ടാ. സോ വിത്തുകൾ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി. അതിന് വേണ്ടിയിട്ട് കാറ്റ് വഴിയാകാം, അല്ലെങ്കിൽ വാട്ടർ വഴിയാകാം, ബേർഡ്സ് വഴിയാകാം, ബേസ്റ്റിംഗ് ആകാം. ഏത് രീതിയിൽ നമുക്ക് സീഡ് ഡിസ്പേഴ്ഷൻ സംഭവിക്കാൻ വേണ്ടി പറ്റും, വിത്ത് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇത് പഠിച്ചു വയ്ക്കുക, സെറ്റാക്കുക, റെഡി ആക്കുക. ബൈ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ ലൈറ്റർ ആയിട്ടുള്ള വീറ്റില്ലാത്ത സാധനങ്ങൾ വിൻഡ് വഴി, വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കോക്കനട്ട് പോലെയുള്ള സാധനങ്ങളൊക്കെ വാട്ടർ വഴിയാണ് ഫ്ലോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. സോ അത് പഠിച്ചു വെക്കുക. ബൈ ബേർഡ്സ് ആൻഡ് ആനിമൽസ് ഉണ്ട്. ഇപ്പൊ ലൈക്ക് ഒരു അണ്ണാരക്കണ്ണനാണെങ്കിൽ സ്ക്വിറലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, വല്ല പേരൊക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ മാംഗോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കടിച്ചിട്ട് അവിടെ ഇടും. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തെങ്ങാനും കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അവിടെ അത് വളരും. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ബൈ ബേസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അതിനുള്ള അഡാപ്റ്റേഷൻസ് ആണ്. കാറ്റ് വഴി, ജലം വഴി, ജന്തുക്കൾ വഴി, പൊട്ടിത്തെറിച്ച ഏത് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. ചിത്രത്തിലെ സസ്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ രണ്ട് സസ്യങ്ങളും പരസ്പരം ആശ്രയിച്ചാണല്ലോ ജീവിക്കുന്നത്, മറ്റ് സസ്യങ്ങളെ. ഓരോന്നും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് എഴുതാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. ബോത്ത് ദീസ് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഓൺ അതർ പ്ലാന്റ്സ് ഫോർ ദിയർ ഗ്രോത്ത്. റൈറ്റ് ദ കാറ്റഗറീസ് ഓഫ് ഈച്ച് പ്ലാന്റ് എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഗ്രീൻ പ്ലാന്റ്സ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ്. സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവരാണ് ഗ്രീൻ പ്ലാന്റ്സ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ ഇത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം മരവാഴ ഇത്തിൽ കണ്ണിയാണ് അല്ലെ. മരവാഴ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരു മരത്തിന്റെ മുകളിൽ കയറി നിൽക്കുന്നവന്മാര പാവങ്ങളാ, ഉപദ്രവമൊന്നുമില്ല. വാൻറ്റ എന്നാണ് ഇതിനെ ഇംഗ്ലീഷിൽ പറയാം. നമുക്ക് പറയാൻ പറ്റും ഇവന്മാരെന്തിനാന്ന് വെച്ചാൽ ഇരിപ്പിടത്തിന് വേണ്ടി മാത്രമാണ് മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത്. ഫുഡോ കാര്യങ്ങളോ ഒന്നും അവർക്ക് വേണ്ട, ഇരിക്കാൻ ഇച്ചിരി സ്ഥലം മതി. ഇപ്പൊ മാവിന്റെ മുകളിലാണെങ്കിൽ മാവിന്റെ മുകളിൽ, കുരുമുളകിന്റെ മുകളിലാണെങ്കിൽ കുരുമുളകിന്റെ മുകളിൽ, അതിലിങ്ങനെ അള്ളി പിടിച്ചത് ഈ പോലെ ഇങ്ങനെ ഇരുന്നോളൂ. റെഡി. അപ്പൊ എപ്പിഫൈറ്റ്സുകൾ എന്നാണ് ഇവയെ അറിയപ്പെടുക. ദേ ആർ ഗ്രോൺ ഓൺ അതർ പ്ലാന്റ് വിത്തൗട്ട് ഹാർമിംഗ് ദം. ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ മറ്റൊന്നിനെ ആശ്രയിക്കാണ്ട് അത് ജസ്റ്റ് എന്ത് ചെയ്യുക, അതിന്റെ മുകളിൽ താമസിക്കുക. അതിനെയാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. മരവാഴ എന്ന് പറഞ്ഞാൽ അതിനുള്ള സഹായം, അതുപോലെയുള്ള സാധനങ്ങൾക്കുള്ള എക്സാമ്പിൾ ആണ്. ഇത്തിൽ കണ്ണിയും മൂടില്ലാത്താളി കസ്ക്യൂട്ട് എന്ന ആ വിഭാഗത്തിൽ പെടൂല കേട്ടോ. കുറച്ചും കൂടെ സീനുള്ള ആളുകളാണ്. അതെന്താ മിസ് സീനുള്ള ആളുകളാന്ന് പറയുന്ന റീസൺ അറിയോ? ഇവന്മാര് ഏത് പ്ലാന്റിന്റെ മുകളിലാണോ നിൽക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും ഗൈസ്.
ആലോചിച്ച് വെക്കുക, ഈ സാധനങ്ങൾ കംപ്ലീറ്റ് നശിച്ചു. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാര് വെറുതെ അവിടെ നിൽക്കല്ല, അവർക്ക് വേണ്ട വാട്ടറും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് വലിച്ചെടുക്കുന്നവന്മാരാണ്. അപ്പോൾ നിൽക്കുന്ന സസ്യത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് ഇലയുടെ സഹായത്തോടെ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഹാഫ് പാരാസൈറ്റ് അല്ലെങ്കിൽ അർദ്ധപരാത് എന്ന് പറയുന്നത് കേട്ടോ. പ്ലാന്റ്സ് ദാറ്റ് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ ഹോസ്റ്റ് പ്ലാന്റ് ആൻഡ് പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിയർ ലീവ്സ് ആർ നോൺ ആസ് സെമി പാരാസൈറ്റ്. അതാണ് ലൊറാന്തസ്. പിത്തൽ കണ്ണി എന്നൊക്കെ പറയുന്ന സമയത്ത് മാവിന്റെ മുകളിലൊക്കെ നിന്നുവെച്ചാൽ ആ മാവിന്റെ കൊമ്പ് നശിച്ചു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ വേണ്ട ന്യൂട്രീഷൻസ് മൊത്തം വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ പറയുമ്പോൾ എന്താ പ്രശ്നം? ആ കൊമ്പിനൊന്നും കിട്ടില്ല, അത് നശിച്ചു. എന്നാൽ കസ്ക്യൂട്ടി ആണെങ്കിലോ ടോട്ടൽ പാരാസൈറ്റ് ആണെങ്കിൽ പൂർണ്ണ പരാത എന്നാ പറയാ, കംപ്ലീറ്റ് വലിച്ചെടുക്കാടാ. അവർക്ക് വേണ്ട എല്ലാ സാധനവും വലിച്ചെടുത്തിട്ട് ഇവന്മാരങ്ങോട്ട് ജീവിക്കും, മറ്റവർ നശിച്ചു പോകും. സോ അങ്ങനെയുള്ളവന്മാരാണ് പാരാസൈറ്റുകളാണ് ഇത്തൽ കണ്ണിയും ലൊറാന്തസ് എന്ന് പറയുന്നത്. ലൊറാന്തസ്, അതേപോലെ കസ്ക്യൂട്ട, മൂടിലിയാത്താളി എന്നൊക്കെ പറഞ്ഞത് ഇതിനുള്ള എക്സാമ്പിൾ ആണ്. ഈ പറഞ്ഞ ടോട്ടൽ പാരാസൈറ്റ് എന്ന് വെച്ചാൽ പാരാസൈറ്റുകൾക്കുള്ള എക്സാമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും, അത് ഹാംഫുള്ളും ആണ് കേട്ടോ. അടുത്തത് താഴെ കൊടുത്ത പ്രസ്താവന ശ്രദ്ധിക്കുക. വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള ജലത്തിന്റെ സവിശേഷത വസ്ത്രങ്ങൾ അലക്കാൻ സഹായിക്കുന്നു. ദ പ്രോപ്പർട്ടി ഓഫ് വാട്ടർ ഡിസോൾവ് സബ്സ്റ്റൻസ് ഹെൽപ്പ് ഇൻ വാഷിംഗ് ക്ലോത്ത്സ്. അതുപോലെ ജലത്തിന്റെ മറ്റ് 2 സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഡെയിലി ലൈഫിൽ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് ഈ പുട്ടുംകടലയും പുട്ടുക്കടലയും നക്കി തിന്നാം ഇഷ്ടമാണോ എങ്കിൽ ആലോചിച്ച് വെച്ചോ. പുട്ട് എങ്ങനെ ഉണ്ടാക്കുക? ആവിയിൽ വേവിച്ച സാധനം ഇടാം പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആവിയിൽ വേവിക്കുക പറഞ്ഞാൽ ആ വെള്ളത്തിന്റെ ചൂട് ഏറ്റിട്ട് ഈ സാധനം വെന്ത് കിട്ടുകയല്ലേ. അപ്പൊ അവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഈ വാട്ടർ എന്ന് പറയുന്ന സാധനം വേപ്പറായിട്ട് മാറുന്നതിന്റെ ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടല്ലേ സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. തുണികൾ അലക്കാൻ വേണ്ടിയിട്ട് അത് അലക്കി നമ്മൾ പുറത്തിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങി കിട്ടുന്നത് എന്തുകൊണ്ടാ? ഈ വാട്ടർ എന്ന് പറയുന്ന സാധനം വേപ്പറായിട്ട് പോകുന്നോണ്ട് അല്ലെ, ഗ്യാസ് ആയിട്ട് പോകുന്നോണ്ടാണ് അത് ഉണങ്ങി കിട്ടുന്നത്. അവിടെ നടക്കുന്ന പരിപാടി എന്താ? ഇവാപ്പറേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെ, ബാഷ്പീകരണമാണ് നമുക്ക് പറയാൻ പറ്റും. ഈവൻ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോൾ ഏത് സാധനം എടുത്താലും വെള്ളം തിളപ്പിച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഏത് ഫുഡാണെങ്കിലും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഈവൻ ഒരു മാഗി ആണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ബാഷ്പീകരണം എന്ന് പറയുന്ന ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നു. ദ സ്പ്രെഡിംഗ് ഓഫ് സ്മോൾ പാർട്ടിക്കിൾ ഓഫ് ലിക്വിഡ് ഫ്രം ഇറ്റ് സർഫസ് ടു ദ സറൗണ്ടിങ് ഇസ് കോൾഡ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നു. അപ്പൊ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നുണ്ട്. ചൂട് കൂടുന്തോറും പെട്ടെന്ന് ഇവർ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. സോ അതും ഇന്ത്യ സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക, റെഡി ആക്കുക കേട്ടോ. സോ ആസ് ദ സബ്സ്റ്റൻസസ് ഹീറ്റ് അപ്പ് ദ റേറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഇൻക്രീസസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റ് അല്ലേ, പഠിച്ചില്ലേ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ സെറ്റായിട്ട് നിങ്ങൾ പഠിക്കുക. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ, എല്ലാം പഠിക്കുക കേട്ടോ. പിന്നെ അടുത്ത വർഷത്തേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം തന്നെ പഠിച്ച് സെറ്റ് ആക്കണം. ഈ വർഷത്തോടെ ഏകദേശം എക്സാം ആയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറെ പഠിച്ചില്ല, കുറെ പഠിച്ചു, ഇതാണ് പ്രശ്നമാണെന്നൊക്കെ മനസ്സിലായില്ലേ. അപ്പം അടുത്ത വർഷം നന്നായിട്ട് പഠിക്കേണ്ടടാ. 6ാം ക്ലാസ് ആണ്, കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള വർഷങ്ങളിലോട്ട് ഇതാ കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വജ്ര ബാച്ച് ഉണ്ട്. വജ്ര ബാച്ചിൽ ഇപ്പോൾ 10% ഓഫ് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മാർച്ച് 20 മുമ്പാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% ഓഫ്. അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 മക്കൾക്ക് സ്മാർട്ട് വാച്ച് ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഉഷാറാക്കുക. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. ഉഷാറാക്കണം. ബേസിക് സയൻസ് നമ്മുടെ കയ്യിലിരിക്കണം. സോ സെറ്റ് ആക്കുക. ഓൾ ദ ബെസ്റ്റ്.